അയ്യോ തെറ്റി പൊളിച്ചേ. ആ എടി എന്നെ നെറ്റിക്ക് ഉണ്ണിയപ്പം പോലെ പൊളിച്ചു വന്നടി. ഓണമല്ലേ, ഒരു ഉണ്ണിയപ്പം നല്ലതാ. എന്നാ അവിടെ ഇരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സുഖമല്ലേ എല്ലാവർക്കും? ഹലോ ഹലോ ഹലോ. ഈ എല്ലാവർക്കും ഓണാശംസ ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ ആരാന്ന് മനസ്സിലായിട്ടില്ല ഞങ്ങക്ക്. ഞങ്ങളെ മനസ്സിലായില്ല? ഇല്ല. നമ്മളെ മനസ്സിലായില്ലെന്ന് സുഹൃത്തെ പറഞ്ഞുതരാം. അമേരിക്കയിൽ അതിഭയങ്കരനായ ഒരു വ്യവസായി ഉണ്ട്, ഒരു ശതകോടീശ്വരൻ. ആ ശതകോടീശ്വരന്റെ ഒരേ ഒരു ഭാര്യയാണിത്. പേര് ഇട്ടിട്ടില്ല. അല്ല, പേര് സ്റ്റെല്ല. ഇത് അമേരിക്കയിലെ കോടീശ്വരിയായ ഒരു യുവതിയുടെ ഒരേ ഒരു ഭർത്താവ്, പേര് സക്രിയ കാലിഗീറിയ. അല്ല, കാലിഫോർണിയ. അതെ അതെ അതെ. എന്നിട്ട് അവരെവിടെ? ആര്? മറ്റേ കോടീശ്വരൻ അവരെവിടെ? അയ്യോ പറഞ്ഞാൽ അവരും തേടി. ഞങ്ങളാണ്. ആ നിങ്ങളാണോ? എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞാ പോരെ? എന്തിനായി കോടി? സുഹൃത്തെ, അത് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഇവളെ പറ്റി പറയും, ഞാൻ ഇച്ചായനെ പറ്റി പോയിട്ട് പറയും. ഞങ്ങളെ രണ്ടുപേരെ പറ്റി നാട്ടുകാർ എന്തൊക്കെയാണെന്നറിയോ പറയുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ചെവിക്കൊള്ളത്തില്ല. ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് വിടും. എന്ന് വെച്ചാൽ ഇച്ചായന്റെ ചെവി തമ്മി പ്ലം ചെയ്ത് വെച്ചേക്കുവാ. ഇല്ല, ഓണത്തിന് എനിക്ക് മുല്ലപ്പൂ. മനസ്സിലായില്ലോ നിനക്ക്? വന്ന കാര്യം പറയാം. അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഈ അമേരിക്കയില് ഈ ഷോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങൾ അമേരിക്കയിലോട്ട് ഇവിടുന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകും, എന്നിട്ട് ഞങ്ങൾ അവിടെ ഷോ ചെയ്യും. അത് മോശമാണ്. നിങ്ങൾ ഈ അമേരിക്കയിലേക്ക് ഇവിടുന്ന് ആർട്ടിസ്റ്റുകളെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അവിടെ ഷോ ചെയ്യാന്ന് പറയുന്നത് അത് മോശം പരിപാടിയാണ്. അത് കൊള്ളാമല്ലോ. അതാണ് കലാഭവൻ പ്രചോദൻ. ആ പുള്ളിയാണോ ഇത്? തന്നെയാണത്. പുള്ളിയാണല്ലേ ഇത്? വല്ല കാര്യം ഉണ്ടായിരുന്നു. നിങ്ങളെ അടുത്ത ഷോയ്ക്ക് കൊണ്ടുപോകാനിരുന്നായിരുന്നു. നിങ്ങളുടെ ആ തർക്കുത്തരം കാരണം അതങ്ങ് പോയി കിട്ടും. നിങ്ങൾ എന്ത് രസമായിട്ടാണെന്നറിയോ? അതെ അതെ അതെ. എന്റെ ഭാര്യയും ഭർത്താവും അവിടെ അമേരിക്കയില് ബിസിനസ്സും. അതെ അതെ അതെ. ഇക്ക വന്നിട്ടുണ്ട് ഞങ്ങളോട്. പേരുണ്ടോന്ന് വയ്യേ? പേരുണ്ടോ? ഇല്ല, കഴിഞ്ഞ ഷോയ്ക്ക് ഇതുപോലെ ഒരു തർക്കുത്തരം പറഞ്ഞത് ആദ്യമേ വെട്ടിയായിരുന്നു. അല്ലാതെ സുഹൃത്തെ, നിങ്ങൾ ഈ പേരല്ലേ വെട്ടുള്ളൂ, അല്ലാതെ തല വെട്ടിയല്ലോ. കോമഡി പറഞ്ഞ കലാകാരന്റെ പേരെന്ത് പടി? സംക്രാന്തി നസീർ. ഇതായിരുന്നു ആ പുള്ളി. പല കാര്യം ഉണ്ടായിരുന്നു. വായ വെച്ച് മിണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേര് വെട്ടി എന്റെ കണ്ണും പൊട്ടി. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരന്മാരാണ്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്, ഭയങ്കര ബിസിനസ് അല്ലേ ഞങ്ങൾ. എന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കൊഞ്ച് കയറ്റും, കശുവണ്ടി കയറ്റും. മാത്രമല്ല പഴങ്ങഞ്ഞൊക്കെ കിട്ടിയാ കേട്ടുന്ന അല്ല, അതാണോ ഞാൻ പറഞ്ഞത്? എടി, നമുക്ക് കൊഞ്ചും കശുവണ്ടി കയറ്റി അയക്കുന്ന പരിപാടിയില്ലേ അമേരിക്കയില്? അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. പക്ഷേ ഈ വർഷം ഞങ്ങള് എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഷോ ചെയ്യുന്നില്ല. പകരം ഞങ്ങളൊരു ഓണത്തിന്റെ ഓണപ്പാട്ട് ആൽബമാണ് എടുക്കുന്നത്. അതിന് കുറെ ആർട്ടിസ്റ്റുകളെ വേണം. അതിനാണ് ഇവിടെ വന്നത്. നിങ്ങളിൽ കഴിവുള്ള പലരും ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ സെലക്ട് ചെയ്യാനാണ് വന്നത്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും ഓണത്തിന്റെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വള്ളംകളിയുണ്ട്, ഓണപ്പാട്ടുണ്ട്, തുമ്പിതുള്ളലുണ്ട്, പിന്നെ ഓണ സദ്യ ഒരുക്കുന്ന സംഭവങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് വിഷുവിന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ ഓണത്തിനാണ് ഇപ്പൊ പറഞ്ഞു, പിന്നെ വിഷുവിനാണ് പറഞ്ഞു. മുമ്പേ പറഞ്ഞ പൂ പിന്നെ ഞാൻ പറയും. എന്തുവാ? ഷട്ടപ്പൂ. വിഷുവിന് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എടി, വിഷുവിന് ചെയ്യുമെന്ന്, ഇതല്ല ഷൂട്ട് ചെയ്യുമെന്ന്. അപ്പൊ ആരും പേടിക്കേണ്ട, എല്ലാവർക്കും അവസരങ്ങൾ തരാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് മെയിനായിട്ട് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിക്കാന്ന് പറഞ്ഞൊരു സംഗീതജ്ഞനെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വരാനാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഗസ്റ്റായിട്ട് പുള്ളി വരുമെന്നാണ് പറഞ്ഞത്. നോക്കിയിട്ട് ഈ കൂട്ടത്തിൽ ഇവിടെ ഇരിപ്പുണ്ടോന്ന് മാഷേ? എനിക്കൊരു സ്ട്രോബെറി, ഇച്ചായനൊരു ബ്ലൂബെറി. പീച്ച് ചോക്ലേറ്റ് ഇരിക്കാൻ വന്ന ചോക്ലേറ്റ് ബോയ് അല്ല ഞാൻ. ഇത് ചോക്ലേറ്റ് ബോക്സ് അല്ല, ഇത് ഹാർമണി. ആര് പറഞ്ഞു? മണി 2 കഴിഞ്ഞല്ലോ. 6 മണി എന്നല്ല പറഞ്ഞേ, ഇത് ഹാർമോണിയമാ. ഹാർമോണിയമാണ്. എന്നെ മനസ്സിലായില്ല? ഞാന് പ്രശസ്ത സംഗീത സംവിധായകൻ പന്തളം ഭാസ്കരൻ ഭാഷ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പൊ ഞങ്ങൾ പറഞ്ഞ മ്യൂസിക്കൽ വൈഫ് ഇതാണ്. മ്യൂസിക്കൽ വൈഫ് അല്ല, മ്യൂസിക് ഡയറക്ടർ. പെട്ടെന്ന് മുടിയും കൊണ്ടു കണ്ടപ്പോ തെറ്റി പോയിട്ടായി. മ്യൂസിക് ഡയറക്ടർ പന്തളം ഭാസ്കരൻ മാഷ്. നമോവാദം.
ഓവർ വിനയം വന്നല്ലോ. എടി നല്ല കലാകാരന്മാർ അങ്ങനെയാണ്, അവർ ഡൗൺ ടു എർത്ത് ആണ്. അല്ലേ മാഷേ വിനയം കൊണ്ട് കുനിഞ്ഞത് മതി, എഴുതേക്ക്. വിനയം കൊണ്ട് കുനിഞ്ഞല്ലേ ഹാർമോണിയത്തിന് ഭയങ്കര വെയിറ്റ് ഒന്ന് 100 തരാം. പിന്നെ എന്തോ ഇത് കഴുത്തി കെട്ടി തൂക്കി നടക്കുന്നത് അങ്ങ് മാറ്റി വെക്കരുതോ? ഇതങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. ഇതെന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ എന്റെ ശ്വാസം നിലയ്ക്കും. ശ്വാസകോശം ഇതിനകത്താണോ ഫിറ്റ് ചെയ്തോണ്ട് നടക്കുന്നത്? അതല്ലെന്ന് ഉറക്കത്തിൽ പോലും ഞാൻ ഈ ഹാർമോണിയം കരുത്ത് കെട്ടിയിട്ടോണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. ആണ് ഞാൻ സംശയം ചോദിക്കട്ടെ, ഉറക്കത്തിലൊന്ന് കമ്മന്ന് കിടക്കണമെങ്കിൽ എന്തോ ചെയ്യും? ഞാൻ മലന്ന് കിടന്ന എല്ലാം ചെയ്യുന്നത്. എന്നാ കുഴപ്പമില്ല, പക്ഷെ ഇത് ശരീരത്തിൽ നിന്ന് മാറ്റാത്ത കാരണം എന്താന്ന് ഞങ്ങളോട് പറയണം. ചില രാത്രികളിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോഴേ രാത്രി 10-12 മണിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു കമ്പോസ് ചെയ്യണമെന്ന്. ഞാൻ ഇന്നിക്കും ഏതെങ്കിലും ഒരു രാഗത്തിൽ ഇടുക്കൻ ഒരു കമ്പോസ് ചെയ്തിട്ട് പിന്നെ കിടന്ന് ഉറങ്ങും. കാരണം രാഗവും താളവും മേളങ്ങളെല്ലാം എന്റെ തലയെ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുമല്ലയോ. എന്റെ വലിയ ഇഷ്ടമായി ഹാർമോണിയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഇത് കാണുന്ന പറഞ്ഞേ എനിക്ക് എന്റെ പെങ്ങടെ മോനുണ്ട്, 6 വയസ്സുള്ള രഞ്ജിക്കുട്ടൻ, അവനെയാണ് ഓർമ്മ വരുന്നത്. ആ കുട്ടി ഹാർമോണിയം പഠിക്കുന്നുണ്ടോ? ഇല്ല, അവൻ ഹാർമോണിയം ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ അവൻ ചിരിക്കുമ്പോ ഇതുപോലെ 2 വെള്ളപ്പല്ല് കഴിഞ്ഞ് ഒരു കറുത്ത പുഴുപ്പല്ല്, വീണ്ടും 2 വെള്ളപ്പല്ല്, അത് കഴിഞ്ഞ് പിന്നെ ഒരു കറുത്ത പുഴുപ്പല്ല്, കറക്റ്റ് അവന്റെ പല്ല് പോലെ തന്നെ ഇരിക്കുന്നു.